Today we are going to discuss about overtime. First of all, what do you mean by overtime? നിങ്ങൾക്കെല്ലാം അറിയാം വേർഡിൻ്റെ മീനിങ് തന്നെ. ഒരു വർക്കർ നോർമൽ വർക്കിംഗ് ഹവേഴ്സിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്താൽ എ വർക്കർ worked over and above the normal working hour. If a worker worked over and above the normal working hour, that extra time or extra hour നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Over time. In short, any time worked over and above the normal working hour. That is overtime. നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഓൾറെഡി. overtime. ഇനി ഓവർ ടൈമിന് നമ്മൾ പൈസ കൊടുക്കുമല്ലോ, അതിനെ നമ്മൾ വിളിക്കും ഓവർ ടൈം റേറ്റ് അല്ലെങ്കിൽ ഓവർ ടൈം പ്രീമിയം. റൈറ്റ്? ക്ലിയർ ആണല്ലോ? ഓവർ ടൈം കമ്പനീൻ്റെ പോളിസി ഇത്ര മണിക്കൂർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8 hour ജോലി ചെയ്യുകയാണെങ്കിൽ ഇഫ് എ വർക്കർ വർക്ക് 10 hour, ഓവർ ടൈം ഇസ് 2 hour. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഓവർ ടൈം ഏതൊക്കെ കേസസിലാണോ വരും? ഒരു വർക്കർ എപ്പോഴെല്ലാം ഓവർ ടൈം ജോലി ചെയ്യാൻ ചെയ്യേണ്ടി വരിക? എന്താ ഡിമാൻഡ് ഇൻക്രീസ് അല്ലേ? ഇൻക്രീസ് ഡിമാൻഡ്. കസ്റ്റമർ ഇടയ്ക്ക് പെട്ടെന്നൊരു ബൾക്ക് ഓർഡർ കിട്ടി, പെട്ടെന്ന് തീർത്തു കൊടുക്കാൻ പറഞ്ഞു കസ്റ്റമർ. സോ ഈ കേസിൽ എന്ത് ചെയ്യേണ്ടി വരും? വർക്കർ ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരും അല്ലടോ? ജോലി ചെയ്യേണ്ടി വരും അല്ലേ? കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ഫോർ എ ബൾക്ക് ഓർഡർ. ഓക്കെ. നൗ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണോ? നമുക്ക് ഷോർട്ടേജ് ഓഫ് ലേബർ ഉണ്ട് കമ്പനിക്ക്. കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഒരു 100 പേര് വേണം, ബട്ട് കമ്പനീൻ്റെ കയ്യിൽ 65 വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ. കമ്പനീൻ്റെ ജോലി നേരാവണ്ണം തീരണമെങ്കിൽ 100 വർക്കർ വേണം, ബട്ട് കമ്പനിയിൽ എത്രയേ ഉള്ളൂ? 65. സോ ഷോർട്ടേജ് ഓഫ് വർക്കർ. അപ്പം മാനേജ്മെന്റ് എന്ത് ചെയ്യും? ഒരു പോളിസി ഉണ്ടാക്കും. മാനേജ്മെന്റ് പോളിസി എന്താന്ന് വെച്ചാൽ എല്ലാവരും എന്ത് ചെയ്യുക? ഓവർ ടൈം വർക്ക് ചെയ്യുക. സെക്കൻഡ് കണ്ടീഷൻ ഇസ് ഷോർട്ടേജ് ഓഫ് വർക്കർ. ഷോർട്ടേജ് ഓഫ് വർക്കർ ഉണ്ടാവും. മാനേജ്മെന്റ് വിൽ പുട്ട് പോളിസി ദാറ്റ് ഓൾ വർക്കേഴ്സ് ഷുഡ് വർക്ക് ഓവർ ടൈം. രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് എന്താണോ? ചില ബിസി ടൈം ഉണ്ടാവും അല്ലെ? ചില സീസണിലൊക്കെ ചില ടൈപ്പ് ഓഫ് പ്രോഡക്ട്സിന് ഭയങ്കര ചിലവായിരിക്കും. സോ ആ ടൈമിൽ ബിസി സീസൺസ്, ആ ടൈമിൽ എന്ത് ചെയ്യേണ്ടി വരും? വർക്കർ കൂടുതൽ ജോലി ഓവർ ടൈം ജോലി എടുക്കേണ്ടി വരും. ക്ലിയർ? അപ്പൊ ഈ 4 കണ്ടീഷൻസ് ആണ്. ഈ 4 കേസസിൽ എങ്ങനെയാണ് ഓവർ ടൈമിന്റെ വേജ് കണ്ടുപിടിക്കാന്നാണ് ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ഇസ് കസ്റ്റമർ ഒരു ബൾക്ക് ഓർഡർ തരുമ്പോൾ ഹൗ ടു കാൽക്കുലേറ്റ് ഓവർ ടൈം റേറ്റ്. ഇനി മാനേജ്മെന്റിന്റെ പോളിസിയാണ് ഓവർ ടൈം എങ്കിൽ ഡ്യൂ ടു ദ ഷോർട്ടേജ് ഓഫ് വർക്കർ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് ഇറ്റ് ഈസ് ദ പോളിസി ഓഫ് ദ മാനേജ്മെന്റ് ആണെങ്കിൽ വേജ് റേറ്റ്, ഓവർ ടൈം വേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ബിസി സീസണിലൊക്കെ ഒരു വർക്കർ ഓവർ ടൈം ജോലി ചെയ്യേണ്ട വന്നാൽ വേജ് എങ്ങനെ, ഓവർ ടൈം വേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്. ക്ലിയർ? ഓക്കെ. അപ്പം ഫസ്റ്റത്തെ കേസ് ഇൻക്രീസിങ് ഡിമാൻഡിൻ്റെ ടൈമിൽ ഓവർ ടൈം വേജ് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം ഓർമ്മിക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ. ഇൻക്രീസിങ് ഡിമാൻഡ് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഒരു ഡെലിവറി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ബേസിലാണ് ഒരു വർക്കർ ഓവർ ടൈം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓവർ ടൈം പ്രീമിയത്തിൻ്റെ ബേസിലായിരിക്കും വേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ജസ്റ്റ് വിട്ട് എന്താന്നൊക്കെ നമ്മളിപ്പോൾ പറയും, ജസ്റ്റ് ഇത് ഓർമ്മിച്ച് വെക്കുക. ഓവർ ടൈം പ്രീമിയത്തിൻ്റെ ബേസിലായിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മാനേജ്മെന്റിന്റെ പോളിസിയാണ് ഇതെങ്കിൽ ഇത് ആവറേജ് റേറ്റിന്റെ ബേസിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലീവ് ഇറ്റ്, ജസ്റ്റ് ഓർമ്മിക്കുക. ആവറേജ് റേറ്റിന്റെ ബേസിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി സീസണൽ ഡിമാൻഡ് അല്ലെങ്കിൽ ബിസി ടൈമിലുള്ള എന്തെങ്കിലും ഒരു ജോലി കൊണ്ടാണ് അല്ലെങ്കിൽ ബിസി സീസണിലാണ് ഒരു വർക്കർ ഇങ്ങനെ ഓവർ ടൈം എടുക്കേണ്ട വരുന്നെങ്കിൽ നോർമൽ റേറ്റിൻ്റെ ബേസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? സോ ഓർമ്മിക്കുക, ഇത് മാത്രം. ഇൻക്രീസിങ് ഡിമാൻഡ്
ഓവർ ടൈം പ്രീമിയം നോക്കണം. ഷോർട്ടേജ് ഓഫ് വർക്കർ മാനേജ്മെന്റ് പോളിസി ആണെങ്കിൽ ആവറേജ് റേറ്റിന്റെ ബേസിൽ, ബിസി സീസൺ ആണെങ്കിൽ നോർമൽ റേറ്റ്. ഇത് 3 ഓർമ്മിച്ച് വെക്കുക. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ഇടും ബോർഡിൽ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചേ. കമ്പനീസ് ബേസിക് വേജ് റേറ്റ്. ഞാനിവിടെ എഴുതി ബേസിക് വേജ് റേറ്റ്. നോർമൽ ബേസിക് ആയിട്ടുള്ള വേജ് റേറ്റ്, നോർമൽ വേജ് റേറ്റ് ₹3 per hour. ആൻഡ് ഓവർ ടൈം റേറ്റ്സ് ആർ, ഈവനിങ്ങിലാണ് ഓവർ ടൈം എടുക്കുന്നതെങ്കിൽ ടൈം പ്ലസ് 1/3. ടൈം എത്രയാ? ടൈം റേറ്റ് എത്രയാ? ബേസിക് വേജ് റേറ്റ് പെർ അവർ, അതായത് ടൈം റേറ്റ് 3 അല്ലേ, 3 പ്ലസ് 1/3 അല്ലേ, 3ഉം ഒരു 1/3 കൂടെ അല്ല, അങ്ങനെയല്ല ഇവിടെ എഴുതിയ ടൈം പ്ലസ് ആൻഡ് 1/3. ഓക്കെ, ഇനി വീക്കെൻഡിലാണ് ഓവർ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഡബിൾ എന്ന് പറഞ്ഞാൽ 3ന്റെ ഡബിൾ, 3 × 2 6. ഇത് ചെയ്താൽ എത്രയാണ് കിട്ടുക? 4 അല്ലേ, 4. ഓക്കെ, ബേസിക് വേജ് ₹3, ഈവനിങ്ങിൽ ബേസ് ടൈം പ്ലസ്, ടൈം മീൻസ് ബേസിക് റേറ്റ് പ്ലസ് 1/3, വീക്കെൻഡിൽ 3 × ഡബിൾ ആണ് 6. ക്ലിയർ? ഇനി അടുത്തത് വായിക്കണേ. ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ദ ഫോളോയിങ് അവേഴ്സ് were worked. പ്രീവിയസ് ഇയറിൽ ഇത്ര, മൊത്തം നോർമൽ ടൈം ഇത്രയുണ്ട്, ടൈം പ്ലസ് 1/3 ഇത്ര, അതായത് ഈവനിങ്ങിൽ ഇത്ര, ഡബിൾ ടൈം ഇത്ര വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, the following times have been worked on these jobs by job X, job Y, job Z. 3 ജോബിൽ നോർമൽ ടൈം എടുത്തത്, ഈവനിങ് എടുത്തത്, വീക്കെൻഡിൽ ചെയ്ത ഹവേഴ്സും തന്നിട്ടുണ്ട്. വെച്ചോ, നമുക്ക് നോക്കാം. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ലേബർ കോസ്റ്റ്. 3 കണ്ടീഷൻസ് അവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിൽ ക്വസ്റ്റ്യനിൽ തന്ന പോലെ പോവാം അല്ല. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇസ് ഓവർ ടൈം is worked regularly throughout the year as company policy, management policy. മാനേജ്മെന്റ് പോളിസി ആണെങ്കിൽ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്തേനുള്ളതെന്ന് മനസ്സിൽ ഓർമ്മിച്ചോ? ആവറേജ് റേറ്റ്. അപ്പൊ നമ്മൾ എന്താ അവിടെ എഴുതിയത്? ആവറേജ് റേറ്റ് എന്നാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണം? ആവറേജ് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. ക്ലിയർ? സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കമ്പനിയുടെ പോളിസി ഈസ് ടു വർക്ക് ഓവർ ടൈം. അപ്പൊ നമ്മൾ ഇവിടെ ആവറേജ് റേറ്റ് കാണാൻ പോവാം. ആവറേജ് റേറ്റ് കാണുന്നത് നോക്കോ. ഓക്കെ, ആവറേജ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാം. ആവറേജ് റേറ്റ് മീൻസ് ആവറേജ് ലേബർ അല്ല, ആവറേജ് ലേബർ റേറ്റ് അല്ലെ ലേബർ കോസ്റ്റ്. പ്രീവിയസ് ഇയറിൽ മൊത്തം എത്ര വേജ് കൊടുത്തിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ടോട്ടൽ എത്ര വേജ് കൊടുത്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയറിൽ എത്ര ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആവറേജ് റേറ്റ് അല്ലെങ്കിൽ ആവറേജ് ലേബർ കോസ്റ്റ് ഇസ് ഈക്വൽ ടു മുന്നേ ആനുവലി എത്ര വേജ്, ടോട്ടൽ എത്ര വേജ് കൊടുത്തിട്ടുണ്ട്, അത് എത്ര അവർ വർക്ക് ചെയ്തിട്ടാ കൊടുത്തത്, ഡിവൈഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് ആവറേജ് ലേബർ കോസ്റ്റ്. ക്ലിയർ? അപ്പൊ നമുക്കിനി പ്രീവിയസ് ഇയറിൽ എത്ര വേജ് കൊടുത്തിന് എത്ര അവർ വർക്ക് ചെയ്തിന് അറിയണം. എത്ര അവർ വർക്ക് ചെയ്തിന് ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലോടെ. ക്വസ്റ്റ്യൻ വായിച്ചേ. ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ നോർമൽ ടൈം 2,20,000, ടൈം പ്ലസ് 1/3, ഈവനിങ്ങിൽ 20, പിന്നെ വീക്കെൻഡിൽ 10, എല്ലാം കൂടി കൂട്ടി 2,50,000 ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ബട്ട് ഇതിന്റെ അപ്പർ പോർഷൻ, ദാറ്റ് ഇസ് ന്യൂമറേറ്റർ പാർട്ട്, എത്ര വേജ് കൊടുത്തു എന്നുള്ള ഡാറ്റ ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത് ക്ലിയർ ആണല്ലോ. ആവറേജ് ലേബർ കോസ്റ്റ്, ടോട്ടൽ വേജ് പ്രീവിയസ് ഇയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ അവർ വർക്ക്ഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. ഓക്കെ, ഞാൻ ഇവിടെ എഴുതാൻ പോവാണേ 1 by 1. നോർമൽ ടൈം
കഴിഞ്ഞ പ്രാവശ്യത്തെ നോർമൽ ടൈം എത്രയാണോ? 2,20,000. ഒരു 0 കൂടി അല്ലേ. പിന്നെയോ ഈവനിങ്ങില് ഈവനിങ് ഓവർ ടൈം ഫുൾ എഴുതണോ നിങ്ങൾ? 20 ആൻഡ് ഡബിൾ, അതായത് വീക്കെൻഡ് ഓവർ ടൈം. വീക്കെൻഡ് ഓവർ ടൈം 10. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ പിന്നെ വേറെ എന്ത് തന്നിട്ടുണ്ടോ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു വെച്ചു. നോർമൽ എത്ര പൈസയാണോ നോർമലിന്? ₹3. ഈവനിങ് ₹4. വീക്കെൻഡ് ₹6. 6,60,000, 80,000, 60,000. rupees. Then add ചെയ്തോ, you will get 8 ലക്ഷം, 8 lakh. Total wage of the previous year എത്രയാ? 8 lakh. Total hour worked 2,50,000 hour. അപ്പം നമ്മളുടെ ആവറേജ് ലേബർ കോസ്റ്റ് എത്രയാണോ? 8 lakh divided by 2,50,000 is equal to rupees 3 രൂപ 20 പൈസ per hour. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ മാനേജ്മെന്റ് പോളിസിയാണ് ഓവർ ടൈം എങ്കിൽ we have to calculate the average rate, that is average labor cost. Average labor cost means previous year total എത്ര വേജ് കൊടുത്തിട്ടുണ്ട് divided by total working hour. രണ്ടും ഡിവൈഡ് ചെയ്ത് we will get average labor hour. ഇത് ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഈ കേസിൽ ജോബ് എക്സ്, ജോബ് വൈ, ജോബ് സെഡ് ഇതിന്റെ കണ്ടുപിടിക്കണം അല്ലേ? റൈറ്റ്? 3 ഓക്കെ. നോക്കിക്കോളെ ചെയ്യുന്നത്. ഇവിടെ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇനിയും നിങ്ങളടുത്ത് ഇതിൻ്റെ ലോജിക് ഒന്നും പറഞ്ഞില്ല. നമുക്ക് പറയാം. നമുക്ക് ആദ്യം ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പഠിച്ചതിന് ശേഷം we will come back to this. Okay? Job X. എൻ്റെ ഇങ്ക് കാണുന്നില്ല. മോൻ എവിടെ എടുത്ത് കൊണ്ടുപോയി. ഐ തിങ്ക് ഇങ്ക് തീരാൻ പോകുന്നു. ഓക്കെ. ജോബ് എക്സ്, ജോബ് വൈ, ജോബ് സെറ്റ്. 3 ജോബ് തന്നിട്ടുണ്ട്. റൈറ്റ്? ജോബ് എക്സിൽ നിങ്ങൾ നോക്കി എത്ര അവർ വർക്ക്? നോർമൽ 3,000, ഈവനിങ് 300, വീക്കെൻഡ് 100. ഇവിടെ നമ്മൾ പറഞ്ഞു ചാർജ് ചെയ്യേണ്ടത് ഇതിൻ്റെ ബേസിലാണ്. എല്ലാം ഒരേ റേറ്റ് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യുന്നതിന് പകരം 3,000 × 3,000 × 3.20 പിന്നെ പ്ലസ് 300 × 3.20 പ്ലസ് 100 × 3.20. നമ്മൾ കുറേ വർക്കിംഗ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹവർ കംപ്ലീറ്റ് ആഡ് ചെയ്യും. 3,000, 300, 100, 3,400 ഇൻറ്റു 3 രൂപ 20 പൈസ. അതേപോലെ വൈൻഡിങ് 5,000, 600, 650. അപ്പോൾ 5,650 ഇൻറ്റു 3.20. അതേപോലെ സെഡിൻ്റെതും 4,000, 1,050, 3,000, 1,350 ഇൻറ്റു 320. ഇതെല്ലാം ചെയ്യാം. ഇത് ചെയ്താൽ നമുക്ക് 10,880, 680, 18,080 ആൻഡ് ദിസ് വി ഗെറ്റ് 17,120. ഇത് ഫുൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ജോബ് എക്സ് ഇത്ര, ജോബ് വൈ ഇത്ര, ജോബ് സെറ്റിൻ്റെ ഇത്ര. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഞാൻ പറയുന്ന തിയറി ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ. ഇപ്പം നിങ്ങൾ കാൽക്കുലേഷൻ പഠിച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? ആവറേജ് ലേബർ കോസ്റ്റ് കണ്ടു. ജോബ് എക്സിൻ്റെ കംപ്ലീറ്റ് നോർമലും എല്ലാം ഓവർ ടൈം ആഡ് ചെയ്തു. ഈ റേറ്റിനെ കൊണ്ട് ഇൻറ്റു ചെയ്തു. നിങ്ങൾക്ക് ആൻസർ ആയി. നിങ്ങൾക്ക് ഇതിന് 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? 3 മാർക്ക് കിട്ടിയെന്ന് വെച്ചോ. ഓക്കെ. ബട്ട് ഇനി ഞാനിത് പറയാൻ പോകുന്ന തിയറി പാർട്ടാണ്. ശ്രദ്ധിച്ച് കേട്ടോ. കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് ഒരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ എന്തിലോട്ട് പോകുന്നു? ഇതിൻ്റെ തിയറി സെക്ഷനിലോട്ട് പോകുന്നു. ശ്രദ്ധിച്ച് കേട്ടോ. If
overtime is worked regularly throughout the year, if overtime is worked regularly throughout the year as a management policy, due to the labor shortage, laborന്റെ ഷോർട്ടേജ് കൊണ്ട് ഒരു ഇയർ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ ഇയർ ഓവർ ടൈം ഉണ്ടെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് മാനേജ്മെന്റ് പോളിസി the overtime cost should be included in labor cost by distributing it over total hours worked including overtime. It means all jobs should be charged at average rate. Clear ആണോ? അതായത് മാനേജ്മെന്റ് പോളിസി പ്രകാരമാണ് ഒരു വർക്കർ ഓവർ ടൈം ചെയ്തതെങ്കിൽ, ഓക്കെ, ഓവർ ടൈമിൻ്റെ കോസ്റ്റ് മൊത്തം ലേബർ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അതായത് എല്ലാം ആവറേജ് കോസ്റ്റ് കാണാം, എന്നിട്ട് മുഴുവൻ നോർമൽ ടൈം, ഓവർ ടൈം, വാട്ട് എവർ ഇറ്റ് ഈസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരൊറ്റ റേറ്റ് വെച്ചിട്ടാണ് വേജ് കാണുന്നത്. ക്ലിയർ? That means overtime cost should be included in the labor cost by distributing it over total hours worked including overtime. Excel overtime എത്ര, നോർമൽ ടൈം എത്ര എന്നൊന്നും നോക്കണ്ട, ഒരേ റേറ്റ് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ദിസ് ഇസ് മാനേജ്മെന്റ് പോളിസി പ്രകാരമുള്ള ഓവർ ടൈം. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ അടുത്ത പറയാൻ പോവാണ്. കേസ് നമ്പർ ബി. When overtime is worked irregularly to meet the spasmodic production requirement. സ്പാസ്മോഡിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു ബിസി ടൈം, അങ്ങനെയുള്ള കേസസിലാണ് വന്നതെങ്കിൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? നോർമൽ റേറ്റ് ആണ് നമ്മൾ അതിൻ്റെ നേരെ എഴുതിയത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? വെരി സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ എഴുതി സ്പാസ്മോഡിക് അല്ലേ? സ്പാസ്മോഡിക് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന സ്പാസ്മോഡിക് പ്രൊഡക്ഷൻ റിക്വയർമെന്റ്. ഓക്കെ, ബിസി ഡേയ്സ്, ബിസി സീസണൽ അങ്ങനെയൊക്കെ ഓർമ്മിച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് വെരി സിമ്പിൾ, ജോബ് എക്സ്, ജോബ് വൈ, ജോബ് സെറ്റ്. ഓക്കെ, എത്രയാണോ? 3400, 5650 ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 5350. അല്ല, ഇത്ര അവേഴ്സ് അല്ലേ വർക്ക് ചെയ്തത്. ഏത് റേറ്റ് ആണോ പറയുന്നത്? നോർമൽ റേറ്റ്. ഏതാണോ നോർമൽ റേറ്റ്? 3 × 3 × 3 × 3. സിമ്പിൾ. ഇത് ചെയ്താൽ 10200 ആൻഡ് ദിസ് 16950 ആൻഡ് ദിസ്. ഓക്കെ, ബിസി സീസൺ അല്ലെങ്കിൽ സ്പാസ്മോഡിക് പ്രൊഡക്ഷൻ റിക്വയർമെന്റ്. ഇനി ഇതിൻ്റെ തിയറി കേട്ടോ. ഓക്കെ, ഇഫ് ഓവർ ടൈം ഇസ് വർക്ക്ഡ് ഇറഗുലർലി, പെട്ടെന്ന് നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല. ബട്ട് ഫസ്റ്റ് കേസിലോ ത്രൂ ഔട്ട് ദ ഇയർ ആയിരുന്നു. ബട്ട് ഇൻ ദിസ് കേസ് ഓവർ ടൈം ഇസ് വർക്ക്ഡ് ഇറഗുലർലി ടു മീറ്റ് ദ സീസണൽ പ്രഷർ അല്ലെങ്കിൽ ബിസി സീസൺ. ഓവർ ടൈം ഇസ് ട്രീറ്റഡ് ആസ്, നേരത്തെ നമ്മൾ ട്രീറ്റ് ചെയ്തത് ലേബർ കോസ്റ്റിന്റെ പാർട്ടായിട്ടാണ്. ഇവിടെ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഫാക്ടറി ഓവർ ആൻഡ് ഓൾ ദ ജോബ് വുഡ് ബി ചാർജ് അറ്റ് നോർമൽ. അതുകൊണ്ട് നമ്മൾ ഏത് റേറ്റിലാണ് എടുക്കുക? നോർമൽ റേറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മുടെ കേസ് നമ്പർ 3. Again repeating, again repeating, if overtime is worked irregularly due to a busy season or some conditions like that, overtime is treated as a part of production cost and hence all the job will be charged at normal rate. Clear? ഇനി നമ്മളെ കേസ് നമ്പർ 3. കേസ് നമ്പർ 3 ക്വസ്റ്റ്യൻ നോക്ക്. Where overtime is worked specifically at customer's request to expedite
കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ടു കംപ്ലീറ്റ് ദ ജോബ് അല്ലെങ്കിൽ എക്സ്പെഡൈറ്റ് ദ ഡെലിവറി, പെട്ടെന്ന് തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം. അപ്പം നമ്മൾ അവിടെ ഓവർ ടൈം പ്രീമിയം എന്നാണ് എഴുതിയത്, ഓവർ ടൈം റേറ്റ് എന്ന് അവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ തിയറി പാർട്ട് പറയാം. ഓക്കെ ഓക്കെ, ഇവിടെ ജോബ് എക്സ് വാസ് ദാറ്റ്, പിന്നെ ജോബ് വൈ ഉണ്ടായിരുന്നു, ജോബ് സെറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടുത്തെ കാൽക്കുലേഷൻ നോക്കിക്കോളെ. സിമ്പിൾ. നോർമൽ എത്രയാ നോർമൽ? 3000, റൈറ്റ്? 3000. ഈവനിങ് 300. ഓവർ വീക്കെൻഡ് 100. നോർമലിന്റെ റേറ്റ് 3, ഈവനിങ്ങിന്റെ റേറ്റ് 4, വീക്കെൻഡിന്റെ റേറ്റ് 6. 9000, 1200, 100. By adding it, we'll get 10,800. Clear? നോർമലിന്റെ റേറ്റ് ഏതാ കണ്ടീഷൻ? കസ്റ്റമറിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി നമ്മൾ ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ നോർമലിന്റെ റേറ്റ്. ഈവനിങ് ഓവർ ടൈം ഏത് റേറ്റിലാണോ അവിടെ പറയുന്നത്. ഇവിടെ 3 കേസാണ്, ഒന്ന് നോർമൽ, ഒന്ന് ഈവനിങ്, ഒന്ന് വീക്കെൻഡ്. ക്ലിയർ? അതേപോലെ ജോബ് വൈൻഡ് ചെയ്യാം. 5000 into 3, 600 into 4, and the last one എത്രയാണോ? 50, right? 50 into 6. ഇതെല്ലാം കൂടെ ചെയ്താൽ നിങ്ങൾക്ക് 17,700 കിട്ടും. ഇൻറ്റു ചെയ്തിട്ട് എഴുതണേ. ആൻഡ് ജോബ് സെറ്റ് സെയിം ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. 4000ഉം 1050ഉം 300ഉം ആണ്. ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 6 ആൻഡ് യു വിൽ ഗെറ്റ് 18,000. ഓക്കെ, കാൽക്കുലേഷൻ കിട്ടിയല്ലോ. ഏതാ കേസ് നമ്പർ സി, കസ്റ്റമറുടെ കാര്യം. ഇനി നമുക്ക് അതിൻ്റെ തിയറി നോക്കാം. If overtime is worked at customer's request, to complete a job within a specific date, ഇന്ന തീയതിക്കുള്ളിൽ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കസ്റ്റമറിന്റെ റിക്വസ്റ്റിന് ത്രൂ ആണ് നമ്മൾ ഓവർ ടൈം ചെയ്യുന്നതെങ്കിൽ, ഒരു കമ്പനിയിൽ വർക്കർ ഓവർ ടൈം ജോലി ചെയ്യുന്നതെങ്കിൽ ഓവർ ടൈം കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ടൈം പ്രീമിയം ഷുഡ് ബി ചാർജ് ടു ദാറ്റ് ജോബ്. ഓവർ ടൈം പ്രീമിയം ഏതിനു വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കും? ടു ദാറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ ഓവർ ടൈം എടുത്ത ജോബിന് ഏത് റേറ്റിൽ കൊടുക്കണോ? ഓവർ ടൈം പ്രീമിയം റേറ്റിലും. നോർമൽ ചെയ്യുന്നതിന് ഏത് റേറ്റിലും കൊടുക്കണം? നോർമൽ റേറ്റിലും കൊടുക്കണം. ക്ലിയർ? കസ്റ്റമർ റിക്വസ്റ്റ് എന്തിനു വേണ്ടിയിട്ട്? പെട്ടെന്ന് ഏതെങ്കിലും ജോലി തീർക്കാൻ വേണ്ടി. അപ്പോൾ ഓവർ ടൈം എടുത്തതിന് ഓവർ ടൈം പ്രീമിയം കൊടുക്കണം, നോർമലിന് നോർമൽ റേറ്റ് കൊടുക്കണം. സോ ഇന്ന് നമ്മൾ 3 കണ്ടീഷൻസ് പഠിച്ചു. ഓവർ ടൈമിൻ്റെ കേസസാണ് പഠിച്ചത്. 3, 4 കണ്ടീഷൻസ് ആണ്. നിങ്ങൾക്ക് 3 എണ്ണേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം പറയാത്തത്. 3 കേസ്. ഫസ്റ്റ് കേസ് എന്തേനോടോ? ത്രൂ ഔട്ട് ദ ഇയർ കമ്പനിയുടെ പോളിസി ഓർമ്മിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കണം. ആവറേജ് കോസ്റ്റ് എങ്ങനെയാണ് കാണാം? ആനുവൽ വേജ് ഡിവൈഡഡ് ബൈ ആനുവൽ വർക്ക് ചെയ്ത അവർ കിട്ടി. എല്ലാത്തിനും നമ്മൾ അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ കേസ് ഇറഗുലർലി ആണ്. ടു മീറ്റ് ദ സീസണൽ റിക്വയർമെന്റ്, പെട്ടെന്നൊരു തിരക്ക് വന്നപ്പോൾ ഉണ്ടായ, ബിസി സീസണിലുണ്ടായ ഓവർ ടൈം ഇറഗുലർ ആണെങ്കിൽ നോർമൽ റേറ്റ് ആണ്. നോർമൽ റേറ്റ് നമുക്കറിയാം. നോർമൽ റേറ്റ് എത്രയാ? 3. ഈ കേസിൽ 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എല്ലാത്തിനും 3നെ കൊണ്ട് ഇൻറ്റു ചെയ്തു. ആൻഡ് ദ ലാസ്റ്റ് കേസ് കസ്റ്റമർ റിക്വയർമെന്റിന്റെ ത്രൂ ആണെങ്കിൽ ഓവർ ടൈം പ്രീമിയം, നോർമലിന്റെ പ്രീമിയം. ഇവിടെ മാത്രമാണ് സെപ്പറേറ്റ് കാൽക്കുലേഷൻസ് വരുന്നത്. ബാക്കി എല്ലാത്തിനും 3നും കൂടെ ഒരേ റേറ്റാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ സിലബസ് പ്രകാരം ഉള്ള ഓവർ ടൈമിന്റെ പ്രോബ്ലം. ക്ലിയർ? ഓക്കെ.